ഓക്കെ ഗേസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഓക്കെ ഗേസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഗ്രാനി 3 എൻഹാൻസ്ഡ് എഡിഷൻ ആണ് കേട്ടോ. ഇത് പിന്നെ ആക്ച്വലി ഗ്രാനി 3യുടെ ഒരു മോഡാ. ഈ മോഡ് ഇപ്പോൾ പി സിയിൽ മാത്രമേ കിട്ടുള്ളൂ, മൊബൈലിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം ഇത് പി സിയിൽ കളിക്കാം. നമുക്കപ്പോൾ ഈ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എടോ മതിയടാ വെടിവെച്ചത്, നിന്റെ തോക്കിപ്പോൾ ഞാൻ ഏതായാലും എടുക്കാൻ പോവാ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ ദേ വരുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഡേ 1 ആയിക്കാണ് കേട്ടോ. നമ്മളങ്ങനെ പതുക്കെ കിടക്കേന്ന് കഴിഞ്ഞു. ഇവിടെ കിടക്കൊന്നുമില്ല, നമ്മളെ ഒരു സെല്ലിൻ്റെ അകത്താ പൂട്ടിയിട്ടേക്കണ്. ഇവിടെ പിന്നെ ലോക്ക് പിക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഡോറങ്ങ് തുറക്കാം. ഞാൻ പിന്നെ ഇൻട്രോ സ്കിപ്പ് ചെയ്തു. ഇൻട്രോ പിന്നെ എല്ലാവർക്കും അറിയണതാ. നമുക്കപ്പോൾ തൽക്കാലം അടിയിലേക്ക് പോവാം. ഇവിടെ പിന്നെ ഒരു റോബോട്ടൊക്കെ ഉണ്ട്. ആ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ടും കേട്ട് ഗ്രാനിയും വരും. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല കേട്ടാ. സാധാരണ ആ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അവിടെ ഒന്നുമില്ല. ആ റോബോട്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കി. നമുക്കപ്പോൾ തൽക്കാലം ഇവിടെ ഒളിച്ചിരിക്കാം. ഗ്രാൻപിയും അടിയിലേക്ക് ഇറങ്ങിപ്പോട്ടെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഗ്രാൻപിയും അടിയിലേക്ക് പോയേക്കാണ് കേട്ടോ. നമുക്കപ്പോൾ മേലേക്ക് കയറി പോവാം. ഈ ഗെയിമിൽ പിന്നെ 2 പുതിയ എസ്കേപ്പ് ഉണ്ട്. ഒരെണ്ണം ടാങ്ക് എസ്കേപ്പ്, പിന്നെ എന്തോ ഒരു സ്പൈഡർ എസ്കേപ്പാ. നമുക്കപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എസ്കേപ്പ് ചെയ്യാം. ഇവിടെ പിന്നെ ഡ്രോവേഴ്സ് ഉണ്ട്. ഒരു ചെയിൻ കട്ടർ ഇരിക്കുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. നമുക്കപ്പോൾ ഈ കിച്ചൺ നോക്കി നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. ഈ ഡ്രോവേഴ്സൊക്കെ പിന്നെ ഫുള്ള് കാലിയാ. നമുക്കപ്പോൾ ഇവിടെയും കൂടി നോക്കി നോക്കാം. ഇവിടെ നിന്ന് എനിക്ക് മറ്റേ വെപ്പൺക്ക് കിട്ടിയിട്ടാ. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. പുറത്തുനിന്ന് നമുക്ക് കല്ലൊക്കെ പറക്കെടുക്കണം, എന്നാലും നമുക്ക് വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കിട്ടാൻ പോണ വെപ്പണില്ലേ, അതൊരു സ്ലിംഗ് ഷോട്ടാ. അതെന്തത് 8 കലിയാ? എനിക്ക് മനസ്സിലായിട്ടാ. അത് സ്ലെൻഡറിനയുടെ മോനാന്ന് തോന്നുന്നുണ്ട്. ആ സാധനം ഈ ഗെയിമിലുണ്ട്. അത് നമ്മൾ കടിക്കോ? കടിക്കുന്ന തോന്നണേ. ഇവിടെ പിന്നെ ഒരു ബട്ടണൊക്കെ ഉണ്ട്, നമുക്കത് അമർത്താം. അതിപ്പോൾ അമർത്തി കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക? അയ്യോ, ഗ്രാൻഡ്പ നമ്മളെ കണ്ടുല്ലോ. ഇവിടെ നിന്ന് ഓടിപ്പോവാം. ഗ്രാൻഡ്പയുടെ കയ്യിൽ ഷോട്ട് ഗൺ ഉണ്ട്. സീന, ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് നമുക്ക് വെപ്പൺ കിട്ടിയേക്കാണ് കേട്ടാ. ഇത് സ്ലിംഗ് ഷോട്ടാ. ഈ ഡ്രോവേഴ്സിൽ ഒരു കേബിളുണ്ട്. കേബിൾ പക്ഷെ നമുക്ക് ആവശ്യമില്ല. നമുക്കപ്പോൾ തൽക്കാലം കല്ലൊക്കെ പറക്കെടുക്കാം. എനിക്ക് പിന്നെ ഒരേ സമയത്ത് 3 എണ്ണം മാത്രമേ പറക്കാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, ഈ സാധനത്തിന് ഞാൻ കൊല്ലട്ടെ. ഇത് കുറേ നേരമായി എൻ്റെ പിന്നാലെ വരുന്നു. ഇവിടത്തെ ഗ്രാനി വന്നു. ഗ്രാനിനെയും അങ്ങ് തട്ടാം. ലെറ്റ്സ് ഗോ. ഇത് കണ്ടില്ലേ, ഗ്രാനിനെ കൊന്നപ്പോൾ 2 മിനിറ്റ് 30 സെക്കൻഡ് നിന്ന് കാണിച്ചു. പക്ഷെ മറ്റവനെ കൊന്നപ്പോൾ കാണിച്ചില്ല. എനിക്ക് തോന്നണതേ ആ സാധനം ഇനി എണിക്കില്ല എന്നാ. ഇവിടെ പിന്നെ ഗ്രാൻഡ്പി വന്നു. ഇയാളെയും കൂടി തട്ടാം. എന്നിട്ട് ഇയാളുടെ ഷോട്ട് ഗണ്ണും എടുക്കാം. ഇതിൽ പിന്നെ ഒരു ബുള്ളറ്റുള്ളൂ. അയ്യോ, ഞാൻ അറിയാണ്ട് ഫയർ ചെയ്തു. സീനില്ല. ഇവിടെ പിന്നെ അടിയിൽ ഒരു ഗ്ലാസ് ഉണ്ട്, അതങ്ങ് പൊട്ടിക്കുക. ഞാൻ വീണ്ടും അറിയാണ്ട് ഫയർ ചെയ്തു. പി സിയിൽ കളിച്ചിട്ട് ശീലല്ലേ. ഇവിടെ നിന്ന് പിന്നെ ക്രോബാർ കിട്ടി. ക്രോബാർ നമുക്ക് ആവശ്യമുണ്ട്. ഇതേപോലത്തെ ബോക്സൊക്കെ നമുക്ക് തുറക്കാൻ പറ്റും. ഇവിടെ മറ്റേ ഫ്യൂസ് ആയിരിക്കണേ. ഫ്യൂസ് നമുക്ക് ആവശ്യമില്ല. ഗ്രാനി ഇതേ വരുന്നുണ്ട് കേട്ടാ. ഇന്നാ പിടിച്ചോ. ഗ്രാനിയുടെ കയ്യിലും വെപ്പണുണ്ട്. ഒരു സ്ലിംഗ് ഷോട്ട് ഉണ്ട്. ഒരു മിനിറ്റ്, ഇതിനങ്ങ് തട്ടി കളയാം. കുറേ നേരമായി സൗണ്ട് ഉണ്ടാക്കണ്. ഇവിടെ നിന്ന് പിന്നെ മറ്റേ സാധനം കിട്ടി. എന്താ പറയുക, ഡോർ ആക്ടിവേറ്റർ. നമുക്ക് ഇതങ്ങ് എടുക്കാം. എന്നിട്ട് പോയിട്ട് ആ ഡോറങ്ങ് തുറക്കാം. അയ്യോ, ഗ്രാൻഡ്പ കണ്ടുല്ലോ. ഞാൻ ആ ഷോട്ട് ഗൺ അവിടെ ഇട്ടു. ഗ്രാൻഡ്പ നിർത്ത. അയ്യോ, ഗ്രാൻഡ്പ ആ ഷോട്ട് ഗൺ എടുത്തു. ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നേ? അതിപ്പോൾ സീനില്ല. നമുക്ക് പോയിട്ടേ ഈ ഡോറ് ഓപ്പൺ ആക്കാം. ഇതാണ് ആ ഡോറ്. വേഗാവട്ടെ. ഗ്രാൻപിയും പിന്നെ ഇതിൽ കൂടെ വരില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമ്മളപ്പോൾ ഈ ഭാഗത്ത് സേഫാ. ആ ഷോട്ട് ഗൺ ഇപ്പോൾ ഗ്രാൻഡ്പ കൊണ്ടുപോയി.
ഇപ്പം നമ്മുടെ കയ്യിൽ സ്ലിംഗ് ഷോട്ടാളേ. ഇതിലാണെങ്കിൽ കല്ലില്ല. നമുക്കപ്പോൾ പുറത്ത് പോയിട്ടേ കല്ല് പറക്കണം. അയ്യോ ഗ്രാൻഡ് ഇപ്പം നമ്മളെ കണ്ടുട്ടാ. എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് വേഗം പോയിട്ട് കല്ല് പറക്കാം. ഓക്കെ. ഓ ഗ്രാൻഡ് ഇല്ല, ഗ്രാനെ കണ്ടേ. ഗ്രാനിനെ തട്ടിയേക്കാണ്. പക്ഷെ തലമ കൊണ്ടില്ല. തലമ കൊണ്ടാലാ അതിൻ്റെ ബോധം പോവുള്ളൂ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് കല്ല് പറക്കാം. ഇന്ന പിടിച്ചോ. ഇപ്പം അത് ശരിക്കും വീണു. ഇവിടെ ഗ്രാൻഡ് പി നിൽക്കുന്നുണ്ട്. ഇതൊന്നും ചാവാത്ത. ഒരു മിനിറ്റ് ഷോട്ട് ഗൺ എടുക്കാം. ഗ്രാൻഡ് പ വീണില്ല ഏട്ടാ. ഈ തോക്കിലാണെങ്കിൽ ബുള്ളറ്റും ഇല്ല. നമുക്ക് വേഗം പോയിട്ട് ബുള്ളറ്റ് എടുക്കാം. ഈ കാറിൻ്റെ അകത്ത് 2 ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഇതങ്ങ് എടുക്കാം. വേഗം ആവട്ടെ. നമുക്ക് വേഗം പോയിട്ട് ഗ്രാൻഡ് പനെ കൊല്ലണം. എവിടെയത്? ഏയ് ഗ്രാനി ഇത്ര പെട്ടെന്ന് വന്നാ? ഞാൻ ഇപ്പം തന്നെയല്ലേ കൊന്ന്. എന്തേലും ആവട്ടെ. ഞാനിവിടെ 2 പേരെ കൊന്നു. നമുക്ക് ഈ ഗണ്ണ് പക്ഷേ റീലോഡ് ചെയ്യണം. ഈ ബുള്ളറ്റ് എവിടെ നിന്ന് കിട്ടുക? ഈ ഗണ്ണ് നമുക്ക് തൽക്കാലം ഇവിടെ ഇടാം. ഒരു കാരണവശാലും ഗ്രാൻഡ് പിക്ക് അത് കിട്ടാൻ പാടില്ല. കിട്ടിക്കഴിഞ്ഞ പണിയാ. ഇവിടെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടാ. ഈ പ്ലാങ്ക് നമുക്ക് എടുക്കാം. എന്നിട്ട് ആ പ്ലാങ്ക് ഇവിടെ ഇങ്ങ് വയ്ക്കാം. ഈ ഭാഗത്ത് പിന്നെ ഒരു റൂമുണ്ട്. ഈ റൂമിൽ മറ്റേ സ്ലെൻഡറിനയുടെ അമ്മയുണ്ട് കേട്ടാ. നമുക്കതിൻ്റെ തല വെട്ടണം. ഈ താക്കോൽ നമുക്ക് അടിയിൽക്കിടാം. അത് നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. നമുക്ക് ഇതാണ് ആവശ്യമുള്ളത്. ആ സ്ലെൻഡറിനെ ഒഴിവാക്കണം കേട്ടാ. അതിനായിട്ട് എന്തോ ഒരു ടെഡ്ഡിയൊക്കെ വേണം. അത് കുറേ നേരമായിട്ട് മറ്റേ ജംസ്കർ തരാം. നമുക്ക് അതിനും കൂടി ഒഴിവാക്കണം. ഇതിന് നമുക്ക് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ആ തലയിങ് വെട്ടാം. അന്നേരം നമുക്ക് ഒരു താക്കോൽ കിട്ടും, സീക്രട്ട് കീ. എന്നിട്ട് ആ താക്കോൽ വെച്ച് ഈ ലിഡങ്ങ് ഓപ്പൺ ആക്കാം. ഇതല്ലേ? ഈ സേഫ് ആയിരിക്കും. ഈ സേഫ് നമുക്ക് ഓപ്പൺ ആക്കാം. അന്നേരം നമുക്ക് ഇതാ ഈ ഒരു കീ കിട്ടും, ഗ്രീൻ കീ. ഇത് വെച്ചിട്ട് ഈ ലിഡ് ഓപ്പൺ ആക്കാം. ഇത് കണ്ടില്ലേ? നമുക്ക് ഒരു ബുക്ക് കിട്ടി. ഈ ബുക്ക് വെച്ചിട്ട് നമുക്ക് ഗ്രാനിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ഗ്രാനിനെ വിളിച്ചു വരുത്താം. നമുക്കിവിടെ സൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ഗ്രാനി ദേ വന്നൂട്ടാ. നമുക്ക് ട്രാപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഗ്രാനിനെ ട്രാപ്പ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഗ്രാനിയുടെ ശല്യം ഉണ്ടാവില്ല. പക്ഷേ ഗ്രാൻഡ് പി ഉണ്ട്, ആ സ്ലെൻഡറിനി ഉണ്ട്. ആ രണ്ടെണ്ണത്തിനും കൂടി നോക്കണം. അതിപ്പോൾ സീനില്ല. ഇവിടെ നിന്ന് എനിക്ക് ഒരു ടാങ്ക് കീ കിട്ടി. ഈ താക്കോലിപ്പോൾ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ടാങ്കിൻ്റെ അടുക്ക് പോകണമെങ്കിലേ നമുക്ക് പാറ്റ്ലോക്ക് കീ വേണം. ഇതുണ്ടെങ്കിലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ പാറ്റ്ലോക്ക് കീ എവിടെയെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് പിന്നെ നേരത്തെ ക്രോബാർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ഈ ക്രോബാർ വെച്ചിട്ട് ഇവിടെയും ഒരു സ്ഥലത്ത് തുറക്കാണ്ട്. ഇവിടെ ഒരു പെട്ടിയുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഇതെന്തത്? ഗ്രാൻഡ് പ കണ്ടുല്ലോ. അതിപ്പോൾ മേലേക്ക് കയറി വരുന്നുണ്ട്. ഇവിടെ നിന്ന് പിന്നെ എനിക്ക് ഗ്യാസ് ക്യാൻ കിട്ടി. ഗ്യാസ് ക്യാൻ നമുക്ക് ആവശ്യമുണ്ട്. ഗ്രാൻഡ് പ പിന്നെ മേലേക്ക് വരുന്നുണ്ട്. നമുക്കപ്പോൾ അടിയിലേക്ക് പോവാം. ഇവിടെ പിന്നെ എന്താണാവോ? ഗ്രാൻഡ് പിക്ക് എൻ്റെ ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോൾ എങ്ങോട്ട് പോയാലും ഗ്രാൻഡ് പ എൻ്റെ പിന്നാലെ വരും. അതെന്താണാവോ? എന്തോ ബഗ്ഗാന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അല്ല നിൽക്കണേ. ഗ്രാൻഡ് പിക്ക് അത് മനസ്സിലാവും. ഗ്രാൻഡ് പ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും. ഇതേ കണ്ടില്ലേ? ഗ്രാൻഡ് പ എൻ്റെ അടുത്തേക്ക് വന്നു. നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുക്കാം, എന്നിട്ട് വെടി വയ്ക്കാം. ഓക്കെ, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതെ, ഇവിടെയും ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കോക്കനട്ടാണ് കിട്ടിയേ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്കപ്പോൾ ഈ തേങ്ങ വെട്ടാം. ഇവിടെ നിന്ന് എനിക്ക് സേഫ് കീ അത് കിട്ടി. എന്നാൽ പിന്നെ സേഫ് തുറക്കാം. ഇവിടെ നിന്ന് എനിക്ക് ടെഡ്ഡി കിട്ടിയിട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ആ സാധനത്തിനെ ഒഴിവാക്കാൻ പറ്റും. കുറേ നേരെ അത് ശല്യം ചെയ്യണ്. നമുക്കപ്പോൾ വേഗം പോയിട്ട് ഒഴിവാക്കാം. ഇതിനെ നമുക്ക് തൊട്ടിലിടാം. അന്നേരം ആ സ്ലെൻഡറിനില്ലേ അത് വരും. ഈ സ്ലെൻഡറിനെ നമുക്ക് എന്തോ ഒരു സാധനം തരും കേട്ടാ. ഓക്കെ, അത് നമുക്ക് പാറ്റ്ലോക്ക് തന്നേക്കാം കേട്ടാ. നമുക്ക് ഇതായിരുന്നു ആവശ്യമുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ആക്കാം. ഇവിടെയാണ് നമ്മുടെ ടാങ്ക് ഉള്ളത്. ഈ ടാങ്കാണ് നമുക്ക് എടുക്കേണ്ടത്. എനിക്ക് പിന്നെ സ്റ്റാർട്ടിങ്ങിലേ ഈ ചെയിൻ കട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. നമുക്കപ്പോൾ ഈ ചെയിൻ അങ്ങ് മുറിക്കാം. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞേക്കാണ്. നമുക്ക് പിന്നെ ഗ്യാസ് ക്യാനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. നമുക്കപ്പോൾ ഇതിൽ ഫുൾ ടാങ്ക് അടിക്കാം.
ആ ടാങ്കിൽ എങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചേക്കാണ്. ഇനി നമുക്കേ ഈ താക്കോലെടുക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ടാങ്ക് എസ്കേപ്പ് ചെയ്തേക്കാണ് കേട്ടാ. ഓക്കെ, ആ ചുമരൊക്കെ പൊളിച്ചളഞ്ഞു. ഇനി ആ ടാങ്ക് എടുത്തിട്ട് വേഗം സ്ഥലം വിടാം. ഈ ഗെയിമിൽ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു എസ്കേപ്പും കൂടി ഉണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.